പാന്റും ഷർട്ടും ധരിച്ച് ജന്നത്ത് സമരവീര സ്കൂളിലെത്തി. പോരാട്ടത്തിന്റെ സമരവീര്യവുമായി 7ാം ക്ലാസ്സുകാരി. സ്കൂൾ അനുമതി നിഷേധിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പാണ് ജന്നത്തിനായി പ്രത്യേക ഉത്തരവിറക്കിയത്. 2025 പുതിയ കാലത്തും ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനായി പ്രത്യേക ഉത്തരവ് നേടേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് കേരളം ഇപ്പോഴും കടന്നുപോകുന്നത്. ചുരിദാറിട്ട് നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഓടാനും ചാടാനെല്ലാം പ്രയാസമുണ്ട്. അവിടെ ആൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും അനുവദിച്ച് തരുമോ എന്നുള്ള കാര്യം അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞാൻ കുട്ടിക്ക് അവിടെ ആൺകുട്ടികൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രമായ ഷർട്ടും പാൻറ്റും ധരിക്കാൻ മകൾക്ക് കൂടി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. ചിലവർക്ക് പെട്ടെന്ന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഷർട്ടും പാൻറ്റും ഇടാന്നൊക്കെ പറയുന്നത് അവർക്കൊരു രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. പ്രോത്സാഹനം കൊടുക്കുന്നു. ഇടണം എന്ന് പറയുന്നവരോടൊക്കെ ഞാൻ നല്ല രീതിക്ക് സപ്പോർട്ടീവാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നത് അടുത്തിടെ നമ്മളേറെ കേട്ടുപരിചയിച്ച ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കിൻ ഉൾപ്പെടുന്ന ആശയത്തിനും ഏറെ പ്രസക്തിയുമുണ്ട്. ഈ 2024 കാലഘട്ടത്തിലും അത്തരമൊരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനായി പോരാട്ടം നടത്തുക എന്നതും ഒരു ചെറിയ കാര്യമല്ല. എന്തായാലും സ്വന്തം മകൾക്ക് വേണ്ടി അത്തരമൊരു പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് ആയിഷ പി ജമാൽ ആ പോരാട്ടത്തിലൂടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകുന്ന ജന്നത്ത് സമരവീരയുടെ ആ പേര് തന്നെ നമുക്ക് ഏറെ കൗതുകകരമായിട്ട് തോന്നുന്നുണ്ടാവും. പാൻറ്റും ഷർട്ടും ധരിച്ച് നിറഞ്ഞ ചിരിയോടെ നടന്നു വരുന്ന ജന്നത്ത് സമരവീരയുടെ മുഖത്ത് ഈ പുഞ്ചിരി ഒരു ചെറിയ കാര്യമല്ല. ഒരു വലിയ വിജയത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായ ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയാണത്. സ്കൂളിൽ മകൾക്ക് പാൻറ്റും ഷർട്ടും ധരിക്കാൻ അനുമതിക്കായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ അമ്മയുടെ വിജയത്തിനുള്ള മധുരം കൂടിയാണ് ഈ ചിരി. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ജന്നത്ത് സമരവീരയും അമ്മ അഭിഭാഷകയായ ഐഷ ജമാലും നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണിത്. മഞ്ചേരി ബോയ്സ് സ്കൂളിൽ ആൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും, പെൺകുട്ടികൾക്ക് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറും ഓവർകോട്ടുമാണ് യൂണിഫോം. എന്നാൽ ഇത് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന മകളുടെ പരാതിയാണ് ഐഷ പി ജമാൽ എന്ന അഭിഭാഷകയെ പോരാട്ട വീഥിയിലെത്തിച്ചത്. മകളുടെ സ്കൂൾ യൂണിഫോം ചുരിദാറും കോട്ടുമാണ്. കോട്ടാണെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കുട്ടി എന്നോട് വന്നിട്ട് എനിക്ക് കോട്ടിടാൻ ബുദ്ധിമുട്ടുണ്ട്, ചുരിദാർ ഇട്ട് നടക്കുന്ന സമയത്ത് സാധാരണ രീതിയിലുള്ള ഓടാനും ചാടാനെല്ലാം പ്രയാസമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്നോട് പറയുകയുണ്ടായി. ഇതൊന്ന് മാറ്റി തരണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ ആൺകുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷർട്ടും പാൻറ്റും അനുവദിച്ച് തരുമോ എന്നുള്ള കാര്യം അവൾ എന്നോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ഈ കാര്യം അവിടുത്തെ HMനോട്, ഹെഡ് മാസ്റ്ററോട് സംസാരിക്കുകയും ഹെഡ് മാസ്റ്റർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു. ഹെഡ് മാസ്റ്റർക്ക് കൊടുത്ത റിക്വസ്റ്റ് PTA മുമ്പാകെ വെക്കുകയുണ്ടായി. പക്ഷേ PTAയിൽ ഭൂരിപക്ഷ അഭിപ്രായം നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് ആ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ അപേക്ഷ സമർപ്പിക്കുകയും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ എൻക്വയറിക്കായിട്ട് സ്കൂളിലേക്ക് അയക്കുകയും ഓഫീസറുടെ നേതൃത്വത്തിൽ PTAയും പിന്നെ കുട്ടിയോടും അഭിപ്രായങ്ങൾ ആരായുകയും അതിനെ തുടർന്ന് കിട്ടിയ ഒരു ഓർഡറാണ് ഇപ്പോൾ കുട്ടിക്ക് അവിടെ ആൺകുട്ടികൾ ഇട്ടുകൊണ്ടിരിക്കുന്ന വസ്ത്രമായ ഷർട്ടും പാൻറ്റും ധരിക്കാൻ മകൾക്ക് കൂടി അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്. ഈ യൂണിഫോം തനിക്ക് ഏറെ കംഫർട്ടബിൾ ആണെന്ന് ജന്നത്ത് പറയുന്നു. സുഹൃത്തുക്കളും തനിക്ക് സപ്പോർട്ടീവ് ആണെന്ന് പറയുന്ന ജന്നത്ത് പാൻറ്റും ഷർട്ടും ധരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരികൾക്ക് പ്രചോദനം നൽകുമെന്നും വ്യക്തമാക്കി. ചൂട് നല്ല രീതിക്ക് കുറവുണ്ട്. കുറച്ചുകൂടി നടക്കാനും ഓടാനൊക്കെ ആയിട്ട് നല്ലൊരു സൗകര്യം തോന്നുന്നുണ്ട്. നല്ല കംഫർട്ടബിളാണ്. മമ്മി തന്നെയാണ് സ്കൂളിലേക്ക് ഇങ്ങനെ പറയലുണ്ടായത്. ഞാൻ മമ്മീനോട് വന്ന് പറയുന്ന സമയത്ത് മമ്മി നല്ല സപ്പോർട്ടീവായിരുന്നു. മാറ്റിത്തരാൻ വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ഒരു അനുഭവം, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുറേ ആൾക്കാരിങ്ങനെ ന്യൂസിലൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പേരിൽ പോലും കൗതുകം കാത്തു സൂക്ഷിക്കുന്നവളാണ് ജന്നത്ത് സമരവീര. ശ്രീലങ്കയിലെ സിംഹളർക്കിടയിൽ പ്രചാരത്തിലുള്ള സമരവീര എന്ന പേര് മകളുടെ പേരിനൊപ്പം ചേർത്തത് മകളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്താനാണെന്ന് അഡ്വക്കേറ്റ് ഐഷ പറയുന്നു. പേരുകൊണ്ടും സ്കൂളിൽ താരമാണ് ജന്നത്ത്. മകൾക്ക് യൂണീക്കായിട്ടുള്ളൊരു പേര് വേണമെന്നുള്ളൊരു താല്പര്യം നമുക്കുണ്ടായിരുന്നു. സമരവീര എന്നുള്ള പേര് ശ്രീലങ്കയിലൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് മുമ്പേ പരിചയമുണ്ട്. അപ്പോൾ സമരവീര എന്നുള്ള പേര് ഇഷ്ടമായിരുന്നു.
ആ പേരിനോടുള്ളൊരു താല്പര്യവും ഒരു യുണീക്ക് പേരും എന്നായതുകൊണ്ടാണ് ആ പേരിടുന്നത്. അവളുടെ ഫാദറിൻ്റെ പേരും യുണീക്കായിട്ടുള്ളൊരു പേരാണ്, ചാർലി കബീർ ദാസ് എന്നാണ്. ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ പേര് രുക്കു തസ്ലീന എന്നാണ്. അപ്പോൾ യുണീക്കായുള്ള പേര് എപ്പോഴും നമുക്കെപ്പോഴും സന്തോഷകരമാണ്. ആളുകളുടെ ഇടയിൽ എപ്പോഴും യുണീക്കായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേര് നമ്മൾ ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമായ പാൻസും ഷർട്ടും ഇട്ട് അഭിമാനത്തോടെ കഴിഞ്ഞ ദിവസം ജന്നത്ത് സ്കൂളിലെത്തുകയും ചെയ്തു. ഇന്ന് സ്കൂളിൻ്റെ ആകെ വാർത്താ താരമാണ് ഈ 7ാം ക്ലാസ്സുകാരി. ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന് വേണ്ടി നമ്മൾ ഇക്കാലത്തും പോരാടേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ പുരോഗമന സമൂഹത്തിന് ആകെപ്പാടെ കുറച്ചിലുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ജന്നത്ത് സമരവീരയിലൂടെയും ജന്നത്ത് സമരവീരയുടെ മമ്മി ഐഷാബി ജമാലിലൂടെയും ഈ ഒരു പോരാട്ടത്തിന് പുതിയൊരു തുടക്കമാകട്ടെ. ഇത്തരം ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ വരട്ടെ. പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുപോലെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നൊക്കെ തന്നെയാണ് നമുക്കും ഇതിലൂടെ പ്രത്യാശിക്കാനുള്ളത്. ക്യാമറമാൻ വൈഷ്ണവിനൊപ്പം MP ജംഷീർ, കേരള വിഷൻ.